കേരളത്തിലെ സ്കൂളുകളുടെ ഉച്ചഭക്ഷണ മെനു മന്ത്രി ശിവൻകുട്ടി പരിഷ്കരിച്ചു. ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി, ഇതോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കുറുമ, ഇതൊക്കെ കൊടുക്കണമെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. ഇനി ഇതിനൊക്കെയുള്ള പൈസ എവിടുന്നാന്ന് ചോദിച്ചാലോ? പലചര കടയിൽ നിന്ന് സാധനം കടം വാങ്ങുന്നവരാണല്ലോ. എല്ലാ കടയുടെ മുന്നിൽ നിന്നും കടം വാങ്ങാറുണ്ട്. ഒരു 10 ദിവസം താമസിച്ചാലും തിരിച്ചു കൊടുക്കാറുണ്ട്. കടം വാങ്ങി പുതിയ മെനു കൊണ്ടുവരണമെന്നാണ് മന്ത്രി പറയുന്നത്. ഈ വാങ്ങുന്ന കടക്ക് ഇനി ആര് തിരിച്ചു കൊടുക്കുന്ന ഞാൻ ആലോചിക്കാം. ഇന്ന് കേരളത്തിന് 4,70,000 കോടിയുടെ മുകളിലാണ് കടം. ഒരു വർഷം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞാൽ ശിവൻകുട്ടിയെ പിന്നെ കാണൂല. കടം കൊടുക്കാന്ന് വിചാരിക്കുന്ന പലചരക്ക് കടക്കാരോടും കടം വാങ്ങാൻ വിചാരിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകരോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ശരിക്കും ആലോചിച്ചിട്ട് മാത്രം നമ്മളെ മന്ത്രിമാരെയൊക്കെ വിശ്വസിക്കുക. ഇനി ഇതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് ഇടണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. വയനാടിന് വേണ്ടി മുഖ്യമന്ത്രി പിരിച്ച പൈസ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ആദ്യം അതിനെതിരെ പ്രതികരിക്കുക, എന്നിട്ട് ഈ പോസ്റ്റിന്റെ താഴെ കമന്റ് ഇടുക. ഓക്കെ, ബൈ. മാസാവസാനമായിട്ടും ഉച്ചഭക്ഷണത്തിന് അരി ലഭിച്ചില്ല. കാലിച്ചാക്ക് സമരവുമായി അധ്യാപകർ. ജൂലൈ മാസം 1-ാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി മാസാവസാനമായിട്ടും ലഭ്യമാക്കാൻ ഡിപ്പാർട്ട്മെന്റിനോ ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല. ഇത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. KPSTയുടെ നേതൃത്വത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിന് മുൻപിൽ കാലിച്ചാക്ക് സമരം നടന്നു. വിദ്യാഭ്യാസ ഓഫീസർമാരെ അടക്കം കണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അരി ലഭ്യമാക്കുന്നതിന് ഇനിയും സാധിച്ചിട്ടില്ല. പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയാണ് പല സ്കൂളുകളും ഇതുവരെയും ഉച്ചഭക്ഷണം മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ജൂൺ മാസത്തിലും ആലപ്പുഴ ഉപജില്ലാ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഭിന്നശേഷി പ്രശ്നം പറഞ്ഞ് അധ്യാപകരെ ദിവസ കൂലിക്കാരാക്കി മാറ്റിയ ഗവൺമെന്റ് ദിവസവേതന ബില്ലുകൾ പോലും മാസങ്ങളോളമായി പാസാക്കാതെ അതിനു മുകളിൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണുള്ളത്. അരി ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി KPSTA മുന്നോട്ടു പോകുമെന്നും ഉച്ചഭക്ഷണം നൽകുന്നത് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഭക്ഷണ പദ്ധതിയില് മുട്ട അവിയല്, വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെ പനീർ കറി, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ വായിൽ വെള്ളമൂറുന്ന ഒരുപാട് കാര്യങ്ങൾ ചേർത്തു. വലിയ കയ്യടി കിട്ടി വിദ്യാഭ്യാസ വകുപ്പിന്. പക്ഷെ ഇതൊക്കെ വിദ്യാർത്ഥികളുടെ വായിലേക്ക് എത്തണമെങ്കിൽ അധ്യാപകർ അനുഭവിക്കുന്ന കൊടിയ ദുരവസ്ഥയെക്കുറിച്ചാണ് അതിനകത്ത് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 10 രൂപ 17 പൈസയാണ് UP സ്കൂൾ മുതലുള്ള വിദ്യാർത്ഥികൾക്ക്, 6 രൂപ 78 പൈസ മറ്റുമാണ് പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ ഉച്ചഭക്ഷണത്തിന് സർക്കാർ കൊടുക്കുന്നത് 6 രൂപ 78 പൈസയും 10 രൂപ 17 പൈസയും മാത്രമാണ്. ഈ 10 രൂപ 17 പൈസ കൊണ്ട് വേണം പനീർ കറിയും മുട്ടാവിയലും വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ മൊയിലിയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അധ്യാപകർ രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അയൽപക്കത്തെ പറമ്പിൽ നിന്നൊക്കെ ചീരയും മുരിങ്ങക്കായും ഒക്കെ പറിച്ചുകൊണ്ട് പോകുന്ന പോലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് തേടേണ്ടി വരും. എന്ന് മാത്രമല്ല, രാത്രി കിടന്നുറങ്ങുമ്പോൾ പറമ്പിൽ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കള്ളൻ മതിലിയാടിയതാണോ എന്ന് ഭയക്കുക പോലും ഇല്ലാതെ ചാടി ഇറങ്ങി ഒരു തേങ്ങ ആണെങ്കിൽ അത് എടുത്തുവെച്ച് സ്കൂളിൽ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അധ്യാപകർക്ക് ഇനി ഈ മെനു ഒക്കെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വരാവുന്ന അധിക ബാധ്യതയും ഭാരവും ചില്ലറയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി സ്വർണ്ണപ്പണയ വായ്പ നൽകപ്പെടുമെന്നുള്ളൊരു ബോർഡ് കൂടിയേ ഉള്ളൂ വരാൻ. ഇത് പറഞ്ഞതിന്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 10 രൂപ 17 പൈസയും 9 രൂപയും ഒക്കെ കൊടുത്ത് ഇത്രയും വലിയ ഭക്ഷണം വിദ്യാർത്ഥികൾക്ക് വിളമ്പാൻ കഴിയില്ല. അപ്പോ സംസ്ഥാനത്ത് സ്കൂളുകളിൽ സമഗ്ര ശിക്ഷാ പദ്ധതി വഴിയുള്ള യൂണിഫോം വിതരണം പാളി. കുട്ടികളിൽ നിന്ന് കാശ് പിരിച്ചാണ് പലയിടത്തും യൂണിഫോമിനുള്ള തുണി വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായി സ്കൂളുകൾക്ക് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ല. കുടിശ്ശികയായതോടെ ഇത്തവണ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം നൽകാനായില്ല. ഇതിലൊട്ട ചെങ്കൻ പിണറായി വിജയൻ നാട് ഭരിക്കും കാലം ഇന്നിത്ര സുന്ദരമായൊരു ഭരണം LDF ഭരണം, ലോകം മുഴുവൻ മാതൃകയായൊരു LDF ഭരണം.